ദൈവത്തെ ആർക്കും പൂർണ്ണമായി അറിയില്ല. നമുക്ക് പൂർണ്ണമായി ദൈവത്തെ മനസ്സിലാക്കുവാനും സാധിക്കില്ല. പക്ഷെങ്കിൽ എനിക്ക് ദൈവത്തെപ്പറ്റി, ദൈവത്തിൻ്റെ പ്രവർത്തന രീതിയെപ്പറ്റി മനസ്സിലായ ഒരു വേദഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 29-30 വാക്യം. ഞാനതൊന്ന് വായിക്കാം. For those whom he foreknew, he also predestined to be conformed to the image of his Son, in order that he might be the firstborn within a large family. And those whom he predestined, he also called. And those whom he called, he also justified. And those whom he justified, he also glorified. ഞാനൊരു അധ്യാപകനായതുകൊണ്ടായിരിക്കും അടുക്കും ചിട്ടയും എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഈ വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവർത്തന രീതി ചിട്ടയായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നു. ആദ്യത്തെ വാക്കാണ് ഹി ഫോർന്യൂ യു. ദൈവത്തിന് നമ്മളെപ്പറ്റിയുള്ള മുന്നറിവുണ്ടായിരുന്നു. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് നമ്മളെ അറിയാം. നമ്മൾ ഏത് ദിശയിലേക്കാണ് പോകുന്നത്, നമ്മൾ അവസാനം രക്ഷിക്കപ്പെട്ട് ദൈവത്തോടൊപ്പം ചേരുമോ എന്നുള്ള കാര്യം ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാം. ഉദാഹരണത്തിന് യെരമ്യാ പ്രവാചകൻ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ദൈവം യെരമ്യാ പ്രവാചകനോട് പറയുന്നു, ബിഫോർ ഐ ഫോംഡ് യു ഇൻ ദ വൂംബ് ഐ ന്യൂ യു. നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നിന്നെ അറിയാമായിരുന്നു. അപ്പോൾ ദൈവത്തിലേക്ക് അടുക്കുന്നതും ആകർഷിക്കപ്പെടുന്നവരും ദൈവത്തിൻ്റെ ആ ഒരു വിളിക്ക് വേണ്ടി പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരെയും ദൈവത്തിന് നേരത്തെ തന്നെ അറിയാം. അതാണ് ഹി ഹാസ് എ ഫോർ നോളജ് എബൌട്ട് അസ്. രണ്ടാമത്തെ സ്റ്റേജാണ് അങ്ങനെ മുന്നറിവുള്ള ആൾക്കാരെ ദൈവം മുൻ നിയമിക്കും. അതിനാണ് പ്രീ ഡെസ്റ്റിൻഡ്. നമ്മൾക്ക് ഓരോ ദൗത്യം തന്ന് നമ്മളെ പ്രീ ഡെസ്റ്റിൻ ചെയ്യും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വാക്യമാണ് അങ്ങനെയുള്ള ആൾക്കാരെ ദൈവം വിളിക്കും. ഹി വിൽ കോൾ അസ്. വിളിച്ച് വേർതിരിച്ച് ഹി വിൽ സെറ്റ് അസ് എപ്പാർട്ട്. നാലാമത്തെ സ്റ്റേജാണ് നമ്മളെ സെറ്റ് അപ്പാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹി വിൽ ജസ്റ്റിഫൈ അസ്. ജസ്റ്റിഫൈ എന്ന് പറഞ്ഞാൽ നീതീകരിക്കും. അല്ലെങ്കിൽ ഹി വിൽ റിഡീം അസ്. ഹി വിൽ റിഡീം അസ് ഫ്രം ദ സ്ലേവറി ഓഫ് സിൻ. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. യെശയ്യാ പ്രവാചകൻ ഐസയാ ചാപ്റ്റർ 6:6. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ആ ഭാഗം വേദപുസ്തകത്തിലെടുക്കാം. ഐസയാ 6:6. Then one of the seraphs flew to me, holding a live coal that had been taken from the altar with a pair of tongs. The seraph touched my mouth with it and said, now that this has touched your lips, your guilt has departed and your sin is blotted out. ദൈവം യെശയ്യാ പ്രവാചകനെ തിരഞ്ഞെടുത്തതിന് ശേഷം അവൻ്റെ പാപങ്ങൾ മായ്ക്കുവാനായിട്ട് ഒരു ഏഞ്ചൽ സെറാഫ് ചെന്നിട്ട് ഒരു കനലെടുത്ത് അവൻ്റെ ചുണ്ടൽ സ്പർശിച്ചു. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ പാപങ്ങൾ മാഞ്ഞു പോയിരിക്കുന്നു. അപ്പം ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളെ ദൈവം റിഡീം ചെയ്യും. പാപത്തിൻ്റെ ആ ബന്ധനത്തിൽ നിന്ന് റിഡീം ചെയ്യും. അവസാനം ദൈവം 5-ാം സ്റ്റേജാണ് ഹി വിൽ ഗ്ലോറിഫൈ അസ്. നമ്മളെ മഹത്വീകരിക്കും. നമ്മളെ മഹത്വത്തിനുള്ള അർഹനായ ആളായിട്ട് മാറ്റും. നമ്മളെ വാഴ്ത്തും, നമ്മളെ ഉയർത്തും. അപ്പോൾ ഇത്രയും ഈ 5 സ്റ്റേജാണ് ഉള്ളത്. ആദ്യമേ ഹി ഫോർന്യൂ അസ്, രണ്ടാമത് ഹി പ്രീഡെസ്റ്റിൻഡ് അസ്, മൂന്നാമത് ഹി കോൾഡ് അസ്, നാലാമത് ഹി ജസ്റ്റിഫൈഡ് ഓർ റിഡീംഡ് അസ്, അഞ്ചാമത് ഹി വിൽ ഗ്ലോറിഫൈ അസ്. ഈ 5 സ്റ്റേജുണ്ട്. ഞാൻ ഇനിയും എൻ്റെ അടുക്കൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ ജീവിത സാക്ഷ്യം പറഞ്ഞത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇതൊരു 3-4 വർഷങ്ങൾക്ക് മുമ്പാണ് ഇദ്ദേഹം എൻ്റെ അടുക്ക് വന്നത്. ഇദ്ദേഹം ഒരു ചൈനക്കാരനായിരുന്നു. ഞങ്ങൾ കോമൺ ആയിട്ട് ഒരിടത്ത് ബൈബിൾ സ്റ്റഡിക്ക് പോകുമായിരുന്നു. ഒരു ദിവസം എൻ്റെ അടുക്ക് പറഞ്ഞു, കുറച്ച് സമയം സംസാരിക്കാമെന്ന് ചോദിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം പറഞ്ഞു. അദ്ദേഹം ചൈനയിൽ ജനിച്ചു. ഒരു ടീനേജറായിട്ട് ഹൈസ്കൂൾ പഠനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിനൊരു വേദപുസ്തകം കിട്ടി. വേദപുസ്തകം അദ്ദേഹം അവരുടെ വീട്ടിൽ വായിക്കുന്നത് നിഷിദ്ധമായിരുന്നു. എന്നിരുന്നാലും ആരും കാണാതെ ഇവൻ വീടിൻ്റെ ബങ്കറിൽ അല്ലെങ്കിൽ ബേസ്മെൻറ്റിൽ പോയി ആരും കാണാതെ ഇവൻ വേദപുസ്തകം വായിക്കും. അവർക്കൊരു ആചാരമുണ്ട്, വർഷത്തിലൊരിക്കൽ ഈ മരിച്ച ആൾക്കാരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ മരിച്ച ആൾക്കാരുടെ ആത്മാവിനെ ആരാധിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ദിവസം ഇവരെല്ലാവരും കൂടെ സെമിട്രിയിലേക്ക് പോവുകയാണ്. പക്ഷെങ്കിൽ ഇവൻ വേദപുസ്തകത്തിൻ്റെ ഇൻഫ്ലുവൻസ് വെച്ചുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് പോയില്ല. പോയിട്ട് മടങ്ങി വന്ന അപ്പൻ ഇവനെ വളരെയധികം ഉപദ്രവിച്ചു. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേദപുസ്തകമാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിനും അദ്ദേഹം വേദപുസ്തകം എല്ലാം കത്തിച്ച് കളഞ്ഞിട്ട് ഇവനെ മർദ്ദിച്ചു.
ആ ഒരു എപ്പിസോഡ് അവിടെ കഴിഞ്ഞു. സ്ഥിരമായിട്ട് അപ്പോൾ ഇവന് ഈ വേദപുസ്തകം വായിക്കുന്നുണ്ടെന്ന് മനസ്സിലായി കഴിയുമ്പോഴത്തേനും സ്ഥിരമായിട്ട് ഇവനെ പല രീതിയിലും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പന് ഇത് വളരെയധികം ദേഷ്യമാണെന്ന് ബാക്കി വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അപ്പനൊരു കർഷകനായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും ചൈന ഗവൺമെൻറ് കുറേ കർഷകരെ ഇന്ത്യയിൽ പഞ്ചാബിലെ കൃഷി എങ്ങനെയാണ് നടത്തുന്നതെന്ന് അറിയാൻ വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി പഞ്ചാബിലേക്ക് വിട്ടു. അവിടെ ചെന്ന ഇദ്ദേഹം അപ്പൻ രോഗബാധിതനായി ആശുപത്രി അഡ്മിറ്റായി. അപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ആശുപത്രിയിൽ അഡ്മിറ്റായി. അവിടെ വെച്ച് അദ്ദേഹം മലയാളി നേഴ്സുമാരുടെ സംസാരിക്കുവാൻ ഇടയായി. ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന് ആശുപത്രിയുടെ പേരറിയത്തില്ല. എനിക്ക് തോന്നുന്നത് അത് CMS ജലന്ധർ, നമ്മുടെ വെല്ലൂരല്ല CMSൻ്റെ അതേ രീതിയിൽ നടത്തുന്ന CMS ജലന്ധറിലായിരിക്കണം പോകുന്നത്. അവിടെ ആയിരിക്കുമല്ലോ മലയാളം നഴ്സുമാരൊക്കെ ഉള്ളത്. അവരിൽ നിന്ന് ക്രിസ്തുവിനെ പറ്റി ഇദ്ദേഹം കേട്ടു. അദ്ദേഹം മാനസാന്തരപ്പെട്ടു. അദ്ദേഹം നാട്ടിലോട്ട് ഫോൺ ചെയ്ത് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു എന്നറിയിക്കുകയും ചെയ്തു. അതിനുശേഷം ഇദ്ദേഹം മരിച്ചു. തിരിച്ച് ശവശരീരമാണ് ചൈനയിലേക്ക് പോയത്. കാലങ്ങൾക്ക് ശേഷം ഈ മകൻ ഓസ്ട്രേലിയയിലേക്ക് വന്നു. ഓസ്ട്രേലിയയിൽ വന്നതിന് ശേഷം മകന് ഇതുപോലെ വഴിതെറ്റിപ്പോയി കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ ആയിട്ട് ഇവിടെ കഴിയുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരു എനിക്ക് തോന്നുന്നു അതൊരു പെന്റിക്കോസ്റ്റൽ ചർച്ചാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് പ്രസംഗിക്കുന്ന ഒരു സാക് പുന്നൻ എന്ന് പറയുന്ന ഒരു പാസ്റ്ററുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ ഈ പയ്യൻ കേൾക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് അപ്പോൾ ഒരു 20കളിലാണ് പയ്യൻ. സാക് പുന്നൻ്റെ പ്രസംഗങ്ങൾ കേട്ടു. അവസാനം ഇവൻ മാനസാന്തരപ്പെട്ടു. ഇവൻ യേശു ക്രിസ്തുവിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം എൻ്റെ അടുക്കൽ ഈ സാക്ഷ്യം പറയാനുള്ള കാര്യം എൻ്റെ അടുക്കൽ പറഞ്ഞത്, നിങ്ങളുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് വന്ന 2 വ്യക്തികളാണ് എൻ്റെ അപ്പൻ്റെയും എൻ്റെയും ജീവിതം മാറ്റിമറിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുവന്നത്. ഒന്ന് ജലന്ധറിലുള്ള മലയാളി നേഴ്സുമാർ, മറ്റേത് ബാംഗ്ലൂരിൽ നിന്ന് പ്രസംഗിക്കുന്ന സാക് പുന്നൻ, അദ്ദേഹം ഒരു മലയാളിയാണ്. അപ്പോൾ അങ്ങനെ വളരെ നന്ദിയോടുകൂടി എൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ കഥ എൻ്റെ ഇടയ്ക്ക് ഷെയർ ചെയ്തു. അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ദൈവത്തിൻ്റെ മുൻ അറിവ് വെച്ചുകൊണ്ട് അറിയാം ആരൊക്കെയാണ് രക്ഷപ്പെടാൻ പോകുന്നത്. ഒരുപക്ഷെ ദൈവമായിരിക്കും ഈ അപ്പനെ ജലന്ധറിലോട്ട് വിട്ടത്. ഒരുപക്ഷെ ഈ മകനെ ഓസ്ട്രേലിയയിലേക്ക് വിട്ടതും ഫ്രീ ആയിട്ട് ചൈനയിൽ ഒരുപക്ഷെ റിലീജിയസ് സർമൺസ് കേൾക്കുന്നതിനകത്ത് വിലക്ക് കാണുമായിരിക്കും. ഓസ്ട്രേലിയയിലേക്ക് വരികയും ഓസ്ട്രേലിയയിൽ വെച്ച് സാക് പുന്നൻ്റെ പ്രസംഗം കേൾക്കാനിടയാകുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുന്നതൊക്കെ ദൈവത്തിൻ്റെ ആ മുന്നറിവ് വെച്ച് ദൈവം ഇവരെ പ്രീഡെസ്റ്റിൻ ചെയ്തിട്ടുണ്ട്. ദൈവം ഇവരെ വിളിച്ച് വേർതിരിച്ചു. ദൈവം വിളിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് വേദപുസ്തകം കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു വിളിയാണ്. നമുക്ക് ക്രിസ്തീയ ഗാനങ്ങൾ കേൾക്കുവാനുള്ള അവസരമുണ്ടെന്ന് പറഞ്ഞാൽ ദൈവം ആ ഗാനങ്ങളിൽ കൂടെ നമ്മളെ ദൈവത്തിൻ്റെ ആ മഹത്വം നമ്മളെ അറിയിക്കുകയാണ്. പാസ്റ്റർമാരോ വൈദികരോ ആരെങ്കിലും നമ്മുടെ അടുക്കെ ദൈവത്തെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ അതൊരു വിളിയാണ്. ആ വിളിയാണ് നമുക്ക് ബോധ്യം വരണം. അങ്ങനെ നമ്മളതിനെ ആ രീതിയിൽ അപ്രോച്ച് ചെയ്യണം. അങ്ങനെ ആ വിളി വന്ന ആൾക്കാരെ ദൈവം മാനസാന്തരപ്പെട്ട മനസ്സ് ദൈവത്തിന് അഭിമുഖമായിരിക്കുന്ന ആൾക്കാരെ ദൈവം റിഡീം ചെയ്യും. അതിനുശേഷം അവരെ മഹത്വീകരിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് ഈ ഒരു അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.